കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. Prarthanalayam, a non-denominational Christian gospel center started by the powerful revelation of Christ to evangelist Shaji Joseph. Welcome to the teaching ministry of evangelist Shaji Joseph. ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവവചന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരുങ്ങാം. പ്രിയ സ്നേഹിതരെ, ആത്മീയമായി വളരുവാനും തിരുവചനത്തിലൂടെ ആത്മലോകത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാനും പരിജ്ഞാനം പ്രാപിച്ച് ജീവിത വിജയം കൈവരിക്കുവാനും ഉതകുന്ന ഈ സന്ദേശം ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ് പങ്കുവയ്ക്കുന്നത് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുമ്പോൾ, പ്രാർത്ഥനാലയത്തിൽ കർത്താവ് ഈ ഒരുക്കിയ ഈ സംരംഭം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ, ഇതിന്റെ അനുഗ്രഹം റിസൾട്ട് നിങ്ങൾ ഓരോരുത്തരും ആ ദൈവിക പദ്ധതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇതിന് ഫലമുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ അനേക ചിന്തകൾ വരുന്നുണ്ട് ഓരോ സമയവും. ഓരോ ചിന്തകളും ഓരോ വാതിലുകളാണ്. ഇതിൽ 1000 ചിന്തകൾ വരുമ്പോൾ 1000 വാതിലുകൾ തുറക്കപ്പെടുകയാണ്. പക്ഷേ ഈ 1000-ൽ ഒരെണ്ണമേ ഉണ്ടാവുള്ളൂ ദൈവത്തിന്റെ. സ്തോത്രം. അത് കണ്ടുപിടിച്ച് അതിലൂടെ കയറുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. തുടർന്ന് കർത്താവ് നമ്മളെ നയിക്കുവാൻ പോകുന്നത് ഓരോരുത്തരും ഏത് രീതിയിലേക്കാണ് ഈ ലോകത്തിൽ കർത്താവിന് പ്രയോജനകരമായി തീരേണ്ടത്, കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ആധിപത്യം, ക്രിസ്തുവിന്റെ ആധിപത്യം ഇന്ന് പുലർത്തുവാൻ ക്രിസ്തു ഇവിടെ ഇല്ല. പകരം ക്രിസ്തുവിന് പകരം നമ്മൾ ഇവിടെ ഉണ്ട്. ക്രിസ്തു ഇന്ന് നമ്മളോട് കൂടി ആയിരിക്കുന്നത് ശരീരത്തിലല്ല, പകരം തന്റെ ആത്മാവിലാണ്. പക്ഷേ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ അധികാരമുള്ളത് ഒരാത്മാവിനല്ല, ആത്മാവുള്ള ശരീരത്തിനാണ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ അധികാരമുള്ളത്. കർത്താവിന്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ദൈവം പ്രവർത്തിച്ച് ദൈവത്തിന്റെ ചിന്തകൾ നമുക്ക് തന്ന് ആ ചിന്തകളിൽ നമ്മൾ പ്രവേശിച്ച് അതിനോട് ഐക്യപ്പെട്ട് നമ്മൾ നമ്മുടെ ശരീരം ഉപയോഗിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിൽ നിറവേറുകയുള്ളൂ. കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവോട് ചോദിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട കണ്ടന്റാണ് ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിൽ എന്നതുപോലെ തന്നെ ഭൂമിയിലും നിറവേറണം എന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പേൻ. എന്താ കർത്താവെ, പ്രാർത്ഥിക്കാതെ അങ്ങേക്ക് ഇടപെട്ടുകൂടെ? ഇല്ല, കഴിയില്ല. കാരണം എന്റെ സ്വഭാവം ദൈവ സ്വഭാവമായതിനാൽ, ദൈവം എന്നുള്ള പേര് എനിക്കുള്ളതിനാൽ, എന്റെ സിംഹാസനം നീതിയിൽ അടിസ്ഥാനമിട്ടിരിക്കുകയാൽ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിനെ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റുകയില്ല. കർത്താവ് പറഞ്ഞു,
മനുഷ്യ സൃഷ്ടിച്ച് ആദ്യമായി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് അവർക്ക് കൊടുത്തത് അധികാരമാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു അവരെ അനുഗ്രഹിച്ചു. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ കർത്താവ് പറയുകയാണ്, നീ ഭൂമിമേൽ അടക്കി വാഴുക. എൺപത്തിയൊമ്പതാം സങ്കീർത്തനം 34 വാക്യം പറയുന്നു, കർത്താവ് തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിന് ഇടത്തേക്കോ വലത്തേക്കോ യാതൊരു മാറ്റവും വരുത്തില്ല. എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടതിനെ ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അതിന് യാതൊരു മാറ്റവുമില്ല. ആകാശം മാറിപ്പോകാം, ഭൂമി മാറിപ്പോകാം, തന്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. സ്തോത്രം. ദൈവം ഈ ഭൂമിയിൽ അധികാരം തന്നിട്ടുള്ളത് തന്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യർക്ക്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. മനുഷ്യനിലൂടെ അല്ലാതെ പിശാചിന് ഈ ഭൂമിയിൽ ഭരിക്കുവാൻ പറ്റില്ല. സ്തോത്രം. ഇന്ന് പിശാച് ചെയ്യുന്നത് ഒരു മനുഷ്യനെ മുമ്പിൽ നിർത്തി അവന്റെ ചിന്താമണ്ഡലങ്ങളിൽ തന്റെ ഇഷ്ടങ്ങൾ കൊടുത്തുകൊണ്ട് അവനെ കൊണ്ടത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ല? പിശാചിന് ഈ ഭൂമിയിൽ യാതൊരു ഭൗതിക തലത്തിന്റെ മേലും അവകാശവും അധികാരം ഇല്ല. ആദത്തിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം ഉണ്ടെങ്കിൽ പോലും ഭൗതിക തലത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു മനുഷ്യന് ആവശ്യമാണ്. ദൈവം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാനും ദൈവം പറയുകയാണ്, ഇടയിൽ നിൽക്കുവാൻ ഒരു മനുഷ്യനെ ഞാൻ കാണാത്തതിന് ഞാൻ അതിശയപ്പെടുകയാണ്, അത്ഭുതപ്പെടുകയാണ്. ആരെനിക്ക് വേണ്ടി പോകും? എപ്പോഴും ദൈവം ഒരാളെ അന്വേഷിക്കുന്നത് കാണാം. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് 115 സങ്കീർത്തനം 16 വാക്യം പറയുന്നത്, സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യപുത്രന്മാർക്ക് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. നമുക്ക് എഴുതി തന്നിരിക്കുക. ഇനി കർത്താവിനത് മാറ്റുവാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവം അതാണ്, തന്റെ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് എന്ത് സംസാരിക്കുന്നുവോ അത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, രക്ഷണ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ വചന ശുശ്രൂഷിക്കുന്ന പല ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന നമ്മൾ ആരും ഒരു സാധാരണക്കാരല്ല. അസാധാരണമായ ദൈവത്തിന്റെ അസാധാരണമായ മക്കളാണ് നാം ഓരോരുത്തരും. നമ്മുടെ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേ രീതിയിൽ പ്രവർത്തിക്കാനുള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ദൈവം സൂപ്പർ നാച്ചുറലി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സൂപ്പർ നാച്ചുറലി പ്രവർത്തിക്കാനുള്ളവരാണ്. സ്തോത്രം. പക്ഷേ പലപ്പോഴും നമ്മളുടെ അറിവില്ലായ്മ മുഖേന നമുക്ക് അത് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിന്റെ വചനം ഹോശിയ 4:6 പറയുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നല്ല പറഞ്ഞത്, ആരാധിക്കാത്തത് കൊണ്ട് എന്റെ ജനം നശിക്കുന്നു എന്നല്ല പറഞ്ഞത്. പകരം ദൈവത്തിന്റെ വചനം പറയുകയാണ്, പരിജ്ഞാനമില്ലാത്തതിനാൽ എന്റെ ജനം, ആരുടെ ജനം? ദൈവത്തിന്റെ സ്വന്തം ജനം നശിച്ചു പോവുകയാണ്. യോഹന്നാൻ 8:32 പറയുകയാണ്, എന്നാൽ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും.
അനേകര്